ഹലോ ഗായ്സ്, വെൽക്കം ടു ഡേ ലൈഫ്. ഞങ്ങളിന്ന് പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിക്കാണ്. ഡ്രസ്സ് എടുക്കാനൊക്കെ വന്നിക്കാണ് കേട്ടോ. നമുക്കിനി ട്രൈ ചെയ്തിട്ട് വരാം. ഞങ്ങളിന്ന് സ്മാർട്ടി വന്നിക്കാണ് കേട്ടോ. പെരുന്നാളിനുള്ള പർച്ചേസിനാണ്. ബിരിയാണിയുടെ അരിയൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ ബിസ്ക്കറ്റൊക്കെ വാങ്ങാൻ വിചാരിച്ചു. ഇതൊന്നും എടുക്കാല്ലേ? കുറേ സൂപ്പിൻ്റെ പാക്കറ്റ് ഉണ്ട്. ഈ ബിസ്ക്കറ്റിലായിരുന്നു ഫസ്റ്റ് സ്വർണ്ണ കോയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കല്ല ബിസ്ക്കറ്റ് ഉണ്ട്. നോക്കിക്ക്, ഇടയിലൊക്കെ ബിസ്ക്കറ്റ് തന്നെ. കുറേ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. എല്ലാ ഓഫറും തിരിച്ചെടുക്കുക കണ്ടോ. സ്മാർട്ടിൽ വന്നൊരു കാര്യമുണ്ട്, തിരക്ക് കുറവായിരിക്കും. പക്ഷെ മാളിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് എന്താ പറയാനുള്ള സ്മാർട്ടിനെ കുറിച്ചിട്ട്? പക്ഷെ ഐറ്റംസ് കുറവാണ്. പക്ഷെ ഉള്ള ഐറ്റംസ് ആണെങ്കിലോ ചെറുതുണ്ടായിരിക്കില്ല. ഇപ്പോൾ മാഗി ആണെങ്കിലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓയിലാണെങ്കിൽ 1/2 കിലോയുടെ ഉണ്ടായിരിക്കില്ല, 1 കിലോയുടെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ എന്നാ ഡിഫറൻസ് മാത്രമേ. പക്ഷെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കെന്തോ അമ്മക്ക് ബിസ്ക്കറ്റ് വേണോ അത്ര? അമ്മക്ക് ഏത് ബിസ്ക്കറ്റ് ഇഷ്ടം അത് എടുത്തോ. ഇതിനെത്ര? 30. അമ്മക്ക് ഏതിലെടുത്തോ, എനിക്ക് വേണ്ട. ഞങ്ങളിപ്പോ മന്തി കഴിച്ചിട്ട് വരിക. ഇത് നന്നാവോ നിനക്ക് തന്നെ അറിയാനാ? കഴിച്ചോക്കണ്ടി വരും. ഓഫറൊക്കെ ഉണ്ട് കേട്ടോ സോസിന്. സോയ സോസ്. കേക്ക് മതി. അമ്മയ്ക്ക് എന്തോന്നു, നമ്മ അത് വാങ്ങിച്ചോ. കേക്കിന് ഇന്ന് ബിസ്ക്കറ്റ് എടുത്തോ. ജ്യൂസ് ഇതെന്തോ 40 ഇരിക്കുന്നു. ജ്യൂസ് തന്നെ. നമുക്ക് ഞങ്ങള് പോവാം. ഈ പരിപ്പ് എന്തിനാ യൂസ് ചെയ്യണതാ? സാമ്പാർ ഉണ്ടാക്കാനാണോ? പായസത്തിന് ഇതാ മറ്റേ പായസത്തിനല്ലേ, ചെറുപയർ പായസത്തിന്. ഡയറ്റ് ആര്? നമ്മളൊന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാ. ബ്രൂവിൻ്റെ നല്ല ഇഷ്ടമാട്ടോ. ബ്രൂവിൻ്റെ കോഫി പൗഡർ അതൊക്കെ നോക്കാം. വെജിറ്റബിൾ ഇതൊക്കെ ഇരിക്കണം. ഞങ്ങളടുത്ത് ബിരിയാണി റൈസ് നോക്കുകയാണ്. നോക്കട്ടെ. ബിരിയാണിയുടെ അരി മാത്രം വാങ്ങാണ്ടായിരുന്നുള്ളൂ അല്ലേ? അത് കിട്ടി. നമുക്ക് ബിസ്ക്കറ്റും വേണം അത്രേ.
ബില്ലടിക്കാൻ വെയിറ്റ് ചെയ്യാം അല്ലേ, കുറച്ച് തിരക്കുണ്ട്.